അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടില്ല. ചായ കുടിക്കാൻ വന്നിരിക്കുക. ചായ കുടിച്ചിട്ട് കേക്ക് വാങ്ങണം. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് വേണം പോവുക. ഇവിടെ എവിടെ ലൊക്കേഷൻ ഒന്നും അറിയണില്ല. എന്ത് ചെയ്യും? നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലായിടത്തേക്ക് പോയപ്പോഴും. പാലസ് പോയപ്പോഴും അതേപോലെ മറ്റേ കരാഞ്ചിയിലേക്ക് എന്തുവാണ് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. അവിടെ പോയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ വെയിലുണ്ടെങ്കിൽ കൂടി നമുക്ക് വിയർക്കണില്ല. അങ്ങനത്തെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ആ ബോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇപ്പോഴും മൈസൂർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ ഞാൻ മൈസൂരാണോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു സ്വപ്നമൊക്കെ പോലെ. ഉണ്ണി വീട്ടിൽ തന്നെയാണ് ഞാനും ഏട്ടനും കൂടെയാണ് വന്നുള്ളത്. വേറെന്താ, ഇത് കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ചിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറേ നേരത്തെ അലച്ചിലിന് ശേഷം ഞങ്ങൾ കേക്ക് കണ്ടുപിടിച്ചു. കേക്കിൻ്റെ ഷോപ്പ് ഇവിടെ ആരും നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ രാത്രി ഇറങ്ങിയോണ്ടൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മൈസൂർ ലൈവാണ് എല്ലാ ഷോപ്പുകളും. ഞങ്ങൾ ഇറങ്ങിയ ഈ സ്ട്രീറ്റ് ഫുൾ ഡ്രസ്സിൻ്റെതാണ് തോന്നുന്നു. പലതരം ബ്രാൻഡുകളും അങ്ങനെ ആയിട്ട് കിട്ടിയില്ല. ഇത് കണ്ടോ, ഒരറ്റം ഈ അറ്റം രണ്ട് സൈഡ് നിറച്ച് കടകളാണ് കേട്ടോ. പാർട്ടി വെയേഴ്സ് ആണെങ്കിലും നോർമലാണെങ്കിലും അങ്ങനെ എല്ലാത്തരം ഷോപ്പുകളും, ഈവൻ ജ്വല്ലറി വരെ ഉണ്ട്. ഒരുപാട് ഷോപ്പുകൾ. ഇനിയിപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ബിരിയാണി ഷോപ്പ് കണ്ടു. ഇനി ആ കട എവിടെയെന്ന് കണ്ടുപിടിക്കണം. കാരണം കുറേ ദൂരം ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് എവിടെയാണ് ആ ഷോപ്പുള്ളത് അത് കണ്ടുപിടിക്കണം. വന്ന വഴി മറക്കരുതെന്ന് എല്ലാവരും പറയും. പക്ഷെ ഞങ്ങൾ മറന്നിട്ട് കുറേ അലഞ്ഞു. അവസാനം ടെൻഷനായിട്ട് ഊബർ വിളിക്കാൻ നിന്നു. അപ്പം പിന്നെയും തോന്നി ഒന്നുകൂടെ നോക്കി നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു കണക്ഷൻ റോഡ് വിട്ടതാടോ. ആകെ സീനായി. എന്നിട്ട് കയറി കേട്ടോ. എന്നിട്ട് അവസാനം ഇപ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നിരിക്കുകയാണ്. കേക്ക് കിട്ടി. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും വിചാരിക്കണം. ഗൈസിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവുന്നെങ്കിൽ നല്ല വേദന. ഇങ്ങനെയൊന്നും ആക്കാൻ വയ്യ. അപ്പം ഇനി അത് കിട്ടി. വീട്ടിൽ പോയി കേക്ക് കട്ട് ചെയ്ത് ഫുഡ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. രാവിലെ നീച്ചിട്ട് മറ്റേ ചാമുണ്ടേശ്വരി ഹിൽസ് അവിടെ പോകാനുള്ളതാണ്. അപ്പം അത് ഡേ ടു യു എന്തൊക്കെ നിർത്തിയ പാട്ട്. അങ്ങടല്ല തരുന്നുണ്ട് ഇങ്ങടെ.